Assalamu alaikum. Welcome to Zahrabanu Cooking and Tips. ഇന്ന് നമുക്കൊരു ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ ഇതിന്റെ റെസിപ്പിയും ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫിഷിന്റെ തലയാണ്, പിന്നെ കുറച്ച് പീസും, പിന്നെ അതിലേക്ക് സവാള ഒരെണ്ണം, പിന്നെ തക്കാളി ഒരെണ്ണം, പിന്നെ അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 5 എണ്ണം. പിന്നെ ഇതിലേക്ക് കുടംപുളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതൊരു 6 അല്ലി. ഇനി ഇതിലേക്ക് മറ്റ് പൊടികൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, പിന്നെ കശ്മീരി ചില്ലി പൗഡർ അതുപോലെ സാദാ ചില്ലി പൗഡറും ഓരോ ടീസ്പൂൺ. ഇനി ഇതുപോലെ ഒരു പാന് വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു 3 ടീസ്പൂൺ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള കരിഞ്ഞു പോകരുത്. ഇത് വഴറ്റിയെടുക്കേണ്ടത് ഒരു പിങ്കിഷ് ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഉണ്ടോ ഇത്? ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, വഴറ്റിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റുക. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഒരു കളർ മാറിയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഇത് വീണ്ടും ഇളക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തക്കാളി ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും വഴറ്റിയെടുക്കേണ്ടതാണ്. പിന്നീടാണ് തക്കാളി ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ തക്കാളി നല്ല പോലെ വഴറ്റിയെടുക്കണം, എന്നെങ്കിലേ നമ്മുടെ കറി ഒരു ഗ്രേവി ആയിട്ട് അല്ലെങ്കിൽ പൾപ്പായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മറ്റ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സിം ആക്കിയിടുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി പൊടികളെല്ലാം ഇതിൻ്റെ കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഞാനിവിടെ അടുത്തുള്ള ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇളക്കുക. എന്നിട്ടത് തിളച്ചു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമേ നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കേണ്ടതുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുടംപുളി വെള്ളമാണ്. അത് കുടംപുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് അത് ചേർത്ത് കൊടുക്കുക. അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ, മീൻ തലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് വേവണം. നമ്മൾ ഈ ഫിഷിൻ്റെ തല കറി വെക്കുമ്പോൾ, മോളി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പീസ് എടുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഫിഷിൻ്റെ തല കറി വെക്കുമ്പോൾ. അപ്പോൾ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ്. അതുപോലെ നമ്മൾ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ചേർത്തതാണ്, എന്നാലും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫിഷ് മോളി വെന്തിട്ടുണ്ട്, ആയിട്ടുണ്ട്, നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില
ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അത് അടച്ചു വെക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്